വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ. അധ്യായം 348. ഉപബോധ മനസ്സിന്റെ ശാക്തീകരണത്തിലൂടെ വിസ്മയങ്ങൾ സാധ്യമാകും. ചിന്തകൾ കൊണ്ട് ലോകത്ത് വിസ്മയങ്ങൾ വിരിയിക്കാൻ കഴിയുന്ന അത്ഭുത പ്രതിഭാസമാണ് മനുഷ്യൻ. പലപ്പോഴും തന്റെ ആയുസ്സിനപ്പുറത്തേക്കും നീളുന്ന ഫലങ്ങളുണ്ടാക്കുന്ന കർമ്മങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഏകജീവി മനുഷ്യനാണ്. മനുഷ്യ ചെയ്തികളുടെ ഫലം നല്ലതായാലും ചീത്തയായാലും അവന്റെ ആയുസ്സിനപ്പുറത്തേക്ക് കൂടി നീളുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. റേഡിയോ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ കർമ്മങ്ങളുടെ സൽഫലവും ആറ്റോമിക് ബോംബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ കർമ്മങ്ങളുടെ ദുഷ്ഫലവും അവരുടെ ആയുസ്സിനു ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ എത്രയേറെ കണ്ടുപിടുത്തങ്ങളാണ് തലമുറകളുടെ ജീവിതം മാറ്റിമറിച്ചത്. ശാസ്ത്രം രക്ഷകനോ ശിക്ഷകനോ അല്ല. അവ കൈകാര്യം ചെയ്യുന്നവർ വിവേചനാധികാരത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് കണ്ടുപിടുത്തങ്ങളൊക്കെ സമൂഹത്തിന് ഗുണകരമാവുന്നത്. അതിനാൽ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും സമൂഹത്തിന് ഗുണകരമാവുന്ന വിധത്തിലാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ചിന്തകളാണ് എന്നും ലോകത്ത് മാറ്റങ്ങൾക്ക് കാരണമായത്. സ്വയം മാറാനും മറ്റുള്ളവരെ മാറ്റാനും ചിന്തകൾക്ക് കഴിയുമെന്നതാണ് ഏറെ പ്രധാനം. ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും നമുക്ക് ലഭിക്കുകയുള്ളൂ. മനുഷ്യ മനസ്സിന് ബോധമനസ് അഥവാ കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ്, അബോധ മനസ് അഥവാ അൺകോൺഷ്യസ് മൈൻഡ് എന്നിങ്ങനെ 3 തലങ്ങളുണ്ടെന്നാണ് മനഃശാസ്ത്രം പരിചയപ്പെടുത്തുന്നത്. ബോധപൂർവമായ മനസ്സാണ് ഉണർന്നിരിക്കുന്ന മനുഷ്യന്റെ ആലോചന, തീരുമാനം, വാക്കുകൾ, പ്രവർത്തനം എന്നിവ നേരിട്ട് നിയന്ത്രിക്കുന്നത്. ഇത് കാര്യകാരണ സഹിതം ലോജിക്കലായാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുക. നമ്മുടെ ബോധത്തിന് പുറകിൽ പ്രവർത്തിക്കുന്ന മനസ്സാണ് ഉപബോധ മനസ്സ്. ശീലങ്ങൾ, ഓർമ്മകൾ, വികാരങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയൊക്കെ ഇവിടെയാണ് സൂക്ഷിക്കുന്നത്. കുട്ടിക്കാല അനുഭവങ്ങൾ, ആവർത്തിച്ച പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാം. അബോധ മനസ്സ് അതീവ ആഴത്തിലുള്ള മനസ്സാണ്. ദുഃഖം, ദേഹവേദന, ദുർവൃത്തികൾ, അമിത വൈരാഗ്യങ്ങൾ തുടങ്ങിയവ ഇവിടെ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ് സിദ്ധാന്തത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ദി പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ജോസഫ് മർഫിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥം മനുഷ്യ മനസ്സിന്റെ അവബോധത്തിനകത്തുള്ള അത്യന്തം ശക്തിയുള്ള ഭാഗമായ ഉപബോധ മനസ്സിന്റെ ശേഷി മനസ്സിലാക്കാനും അതിന്റെ വഴിയിലൂടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സഹായിക്കുന്ന കൃതിയാണിത്. നമ്മുടെ മനസ്സിലാണ് അത്ഭുതങ്ങൾ തുടങ്ങുന്നത് എന്നാണ് ജോസഫ് മർഫി പുസ്തകത്തിൽ പറയുന്നത്. ജയപരാജയങ്ങളുടെ ശരിയായ കാരണം മനുഷ്യ മനസ്സിന്റെ വിചാരധാരകളാണെന്ന് ഹൃദ്യമായി അനുഭവിപ്പിക്കുന്നതാണ് മർഫിയുടെ പുസ്തകം. ബോധമനസ്സിന്റെ നിശ്ചയദാർഢ്യം ഉപബോധ മനസ്സ് നിഷ്കളങ്കമായി ഏറ്റെടുക്കും. അഥവാ ബോധമനസ് ഉപബോധ മനസ്സിൽ സാക്ഷിയിട്ട് നിർത്തുന്ന കാര്യങ്ങൾ ക്രമപ്രവൃത്തമായി ജീവിതത്തിൽ അരങ്ങേറും. ഒന്നുകൂടി വിശദീകരിച്ചാൽ, ശാരീരിക പ്രയാസങ്ങൾ പോലും ബോധമനസ്സ് തീരുമാനിക്കുന്നത് പോലെ മാത്രമേ ഉണ്ടാകൂ. സൗഭാഗ്യവും ദൗർഭാഗ്യവും ബോധമനസ്സിന് തീരുമാനിക്കാം. ഉപബോധ മനസ്സ് ഏറ്റെടുക്കുന്ന കാര്യം സാധിക്കാതെ പോവുകയില്ലെന്നും പുസ്തകം സമർത്ഥിക്കുന്നു. സതുദ്ദേശപരമായതും ധാർമ്മികതയിലൂന്നിയതുമായതും നിരന്തരം ബോധമനസ് ഉപബോധ മനസ്സിന് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഏറെ ശുദ്ധമായ പ്രതിഫലനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ നന്മയിലൂന്നിയ ചിന്തകളെ നിരന്തരം ആവാഹിച്ചെടുക്കാൻ അവസരമുണ്ടാകുന്ന ഉപബോധ മനസ്സ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അല്പം അതിശയോക്തിയോടും ആലങ്കാരികമായും പറഞ്ഞാൽ, അപരന്റെ അസ്വസ്ഥതകളെ നിർവീര്യമാക്കാൻ പോലും നിശ്ചയദാർഢ്യമുള്ള മനസ്സിനും ഉപബോധ മനസ്സിനും സാധ്യമാകും. മനസ്സിന്റെ ശാക്തീകരണമാണ് വിജയത്തിന് നിദാനമെന്നതിൽ സംശയമില്ല. കാട്ടിൽ വേട്ടയാടുന്ന സിംഹവും മാനുകളുമുണ്ട്. സിംഹത്തിന് മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിലാണ് ഓടാൻ കഴിയുക. എന്നാൽ മാനുകൾ മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുന്നവയാണ്. എന്നിട്ടും മാനുകളെ സിംഹം വേട്ടയാടി പിടിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ, വേഗത കൂടുതലുണ്ടായിട്ടും മാനുകൾ സിംഹത്തേക്കാൾ ദുർബലനാണെന്ന് മാൻ സ്വയം കരുതുന്നു. എത്രയൊക്കെ വേഗതകളുണ്ടായിട്ടും മാനുകൾക്ക് സ്വയം വിശ്വാസമില്ലാത്തതിനാൽ ഓടാൻ കഴിയാതെ സിംഹത്തിനിരയാകുന്നു. എന്നാൽ സിംഹം വേഗതയിലും തന്റെ ലക്ഷ്യത്തിലും ഉറച്ചു വിശ്വസിക്കുന്നു. ഇരകളെ വേട്ടയാടി പിടിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. ജീവിതത്തിൽ സ്വയം വിശ്വസിക്കുകയും സ്വപ്നങ്ങളിലും ലക്ഷ്യങ്ങളിലും ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ പരിമിതികളെ മറികടന്ന് നമുക്ക് ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുമെന്നതിൽ സംശയം വേണ്ട. പണ്ട് ഒരു രാജാവിന്റെ സൈന്യത്തിൽ വളരെ കഴിവുള്ള മിടുക്കനായ അർജുൻ എന്നു പേരുള്ള ഒരു ആനയുണ്ടായിരുന്നു. എല്ലാ യുദ്ധത്തിലും അർജുൻ തന്റെ രാജാവിനെയും സൈന്യത്തെയും രക്ഷിക്കുകയും ശത്രു സൈന്യത്തിനെതിരെ ശക്തമായി പോരാടുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അർജുന് വയസ്സായി. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇനി നമുക്ക് ഇവന് വിശ്രമം നൽകാം, ചെറിയ ചെറിയ വേട്ടകൾക്ക് മാത്രം കൊണ്ടുപോകാമെന്ന്. അങ്ങനെ വളരെ ദിവസങ്ങൾക്ക് ശേഷം രാജാവ് കാട്ടിൽ വേട്ടയാടാൻ പോയി. കൂടെ അർജുനുമുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അർജുൻ ചളിക്കുഴിയിലകപ്പെട്ടു. തന്റെ കാലുകൾ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ചളിയിലാണ്ടു. ഇത് കണ്ട് രാജാവ് തന്റെ സൈനികരോട് പറഞ്ഞു,
എത്രയും വേഗം അർജുനെ ആ ചെളിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണം. സൈനികർ തങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും അർജുനെ രക്ഷിക്കാനായില്ല. ഒടുവിൽ രാജാവ് മന്ത്രിയോട് അഭിപ്രായം ചോദിച്ചു. നമുക്ക് എങ്ങനെ അർജുനെ പുറത്തെടുക്കാം? മന്ത്രി കുറച്ചുനേരം ആലോചിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. രാജൻ, ഒരു വഴിയുണ്ട്. യുദ്ധത്തിന് മുഴക്കുന്ന ഡോളും വാദ്യോപകരണങ്ങളും സൈനികരോട് കൊണ്ടുവരാൻ പറഞ്ഞു. അന്തരീക്ഷം മൊത്തം യുദ്ധ അന്തരീക്ഷമാക്കാൻ മന്ത്രി സൈനികരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ വാദ്യോപകരണങ്ങൾ വായിക്കുകയും യുദ്ധത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ അർജുന് തോന്നി താൻ യുദ്ധക്കളത്തിലാണെന്നും തന്റെ രാജ്യത്തെയും രാജാവിനെയും രക്ഷിക്കണമെന്നും. അർജുൻ തന്റെ മൊത്തം ശക്തി ഉപയോഗിച്ച് ആ ചെളിക്കുഴിയിൽ നിന്നും പുറത്തേക്ക് വരാൻ പരിശ്രമിക്കാൻ തുടങ്ങി. കുറച്ചു നേരങ്ങൾക്ക് ശേഷം അർജുൻ ആരുടെയും സഹായമില്ലാതെ തന്നെ പുറത്തേക്ക് വന്നു. ഇത് കണ്ട രാജാവിന് അത്ഭുതം തോന്നി. ഇതെങ്ങനെയാണ് സാധിച്ചത് എന്ന് രാജാവ് മന്ത്രിയോട് ചോദിച്ചു. മന്ത്രി പറഞ്ഞു, അവന്റെ ഉള്ളിൽ തന്നെയുണ്ടായിരുന്നു യഥാർത്ഥ ശക്തി. ഞാൻ അതിന് പ്രചോദനം നൽകുക മാത്രമാണ് ചെയ്തത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് അവൻ അവന്റെ ശക്തികൾ മുഴുവനും ഉപയോഗിച്ച് പുറത്തു വരികയായിരുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മളിൽ പലരും. ശക്തമായ മനസ്സ് നമുക്കുണ്ടെങ്കിലും അത് പല പല പ്രശ്നങ്ങളിലും പെട്ടു വലയാം. ആ സമയങ്ങളിൽ നല്ല പ്രചോദനങ്ങളിലൂടെ അതിൽ നിന്ന് കരകയറാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ബോധമനസ്സിന്റെയും ഉപബോധ മനസ്സിന്റെയും ശാക്തീകരണത്തിലൂടെ ജീവിതത്തിൽ വിസ്മയങ്ങൾ സംഭവിക്കും. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.